ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്ന HSST എക്സാമിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSSTയുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. ഈ സിലബസ് എന്ന് പറയുന്നത് നമ്മളുടെ മുൻ HSST എക്സാമിന്റെ സിലബസ് ആണ്. 2021 നടന്ന HSST എക്സാമിന്റെ സിലബസ് ആണ്. അതുപോലെ തന്നെ ഇതിലെ ജനറൽ പാർട്ട് ഒഴികെയുള്ള ബാക്കി പാർട്ടാണ് നമ്മളുടെ കോളേജിയേറ്റ് എക്സാമിന്റെയും സിലബസ്. അപ്പൊ അതുകൊണ്ട് തന്നെ PG ലെവൽ സിലബസ് എന്ന് പറഞ്ഞ് നമ്മളുടെ കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിലബസ് ആണ് ഇതിൽ വരുന്ന മാത്തമാറ്റിക്സ് പാർട്ട്. അപ്പോ ഇനി സിലബസ് ഒരു ചേഞ്ച് വരാൻ സാധ്യത കുറവാണ്. 21 മുന്നേ നടന്ന PSC എക്സാമിന് സിലബസിൽ നമ്മളുടെ മെയിൻ പേപ്പേഴ്സ് കൂടാതെ തന്നെ എലക്ടീവ് പേപ്പേഴ്സ് ആയിട്ടുള്ള ഫസി, ഗ്രാഫ്, ഫ്രാക്ടല് തുടങ്ങിയ ഒത്തിരി എലക്ടീവ് പേപ്പേഴ്സ് കൂടി സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം മാത്തമാറ്റിക്സിന്റെ PG പോർഷൻസ് എന്ന് പറയുന്നത് തന്നെ ഒത്തിരി വൈഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ 4 വർഷം അതിന്റെ കൂടെ തന്നെ ഡിഗ്രിയുടെ 3rd ഇയറും കൂടി, അതായത് ശരിക്കും പറഞ്ഞാൽ 6 സെമിസ്റ്റർ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതില് സിലബസിൽ നമുക്ക് HSSTയുടെ സിലബസിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആ എലക്ടീവ് പേപ്പേഴ്സ് കൂടി ആഡ് ചെയ്തൊരു സിലബസ് റിവൈസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പൊ മിക്കവാറും നമ്മളുടെ പുതിയ HSST സിലബസ് ആയിട്ട് വരുന്നതും ഇത് തന്നെ ആവാനാണ് സാധ്യത. അപ്പൊ നമുക്ക് സിലബസ് വരുന്നത് വരെ, നോട്ടിഫിക്കേഷൻ വന്ന് സിലബസ് വരുന്നത് വരെ നമുക്ക് ഈ സിലബസ് അനുസരിച്ച് ഫോളോ ചെയ്തു പോവാം. ഓക്കെ, അപ്പോ ആദ്യം തന്നെ ഇതിൽ എങ്ങനെയാണ് ഡിവിഷൻ വരുന്നതെന്നുള്ളൊരു കാര്യം പറയാം. നമുക്കറിയാം പലപ്പോഴും മാത്തമാറ്റിക്സ് ആരുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്ട് പേപ്പർ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ജനറൽ പഠിക്കാന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബൈ ഹാർട്ട് ചെയ്യാന്നുള്ളത്. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ജനറൽ പേപ്പർ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊരിക്കലും HSST പോലുള്ള എക്സാമിന് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒത്തിരി സമയമുണ്ട്. അപ്പോൾ ജനറൽ പേപ്പർ കൂടി നമ്മൾ പഠിച്ചു പോവാം. കാരണം 70 മാർക്ക് മാത്തമാറ്റിക്സും 10 മാർക്ക് BEd റിലേറ്റഡ് പോർഷൻസും 20 മാർക്ക് ജനറൽ പോർഷൻസിൽ നിന്നുമാണ് വരുന്നത്. അതിൽ ഈ 20 മാർക്കിന്റെ ഡിവിഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. അതിൽ 10 മാർക്ക് കറണ്ട് അഫേഴ്സ് ആൻഡ് GKയും ബാക്കി 10 മാർക്ക് റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ റിഫോംസ്, ഈ കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഈ പറയുന്ന 10 മാർക്ക് നമുക്ക് 70യുടെ കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ 80 മാർക്സ് നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ ഈ 20 ആണ് നമ്മളെ സംബന്ധിച്ച് കുറച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 20 മാർക്സിനുള്ള പഠിത്തം, ആ 20ൽ ഔട്ട് ഓഫ് 10 എങ്കിലും ഞാൻ സ്കോർ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളത് പഠിച്ചു തുടങ്ങാം. അതിന്റെ വ്യക്തമായ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ എടുക്കുന്ന സമയം ഒത്തിരി വലുതാണ്. അപ്പോ അതിന്റെ തന്നെ നമ്മൾ ഈസി ട്രിക്സും കാര്യങ്ങളൊക്കെ പറയും. എന്നിരുന്നാലും ആ പ്രോബ്ലം ചെയ്യാൻ എടുക്കുന്ന സമയത്തോളം നമുക്ക് വേണ്ട ഒരു ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും മാത്സിന്റെ കൂടെ തന്നെ ജനറലോട് പഠിച്ചാൽ നമുക്ക് എളുപ്പമാണെന്ന് പറയാറ്. അപ്പോ കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ HSSTക്ക് ഒക്കെ ആണെങ്കിൽ ജനറൽ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമാക്കി കളഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ബേസിക് PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അത് ചെറിയ കാര്യം എല്ലാവരും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്, എന്നിരുന്നാൽ പോലും അങ്ങനെ പഠിക്കുന്നവർക്ക് ആ ഒരു 20 മാർക്ക് ഈസി ആയിട്ട്, അതിൽ നിന്ന് ഒരു 13 മാർക്കോളം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നവർക്ക് കുറച്ച് പിന്നിലേക്ക് പോകാനുള്ള, റാങ്ക് വൈസ് പിന്നിലേക്ക് പോകാനുള്ള, അതായത് ജനറൽ പഠിക്കാതെ മാത്സ് പഠിക്കുന്നവര് റാങ്ക് വൈസ് പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ, പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 2024 ശേഷം വരുന്ന എല്ലാ PSC പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും അറിയാം, നമുക്ക് ജനറൽ അത്ര എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ജനറൽ ആണെങ്കിലും അവര് സെന്റൻസ് വൈസ് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, അതായത് 4 ഓപ്ഷൻസ് തന്നിട്ട് ഒന്നില്ലെങ്കിൽ അതാകാം, അല്ലെങ്കിൽ ഇതാകാം, അല്ലെങ്കിൽ അതും ഇതുമാകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ജനറൽ PSCക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളും നമ്മളുടെ പാർട്ടിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം എഫേർട്ട് ജനറലും കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ള അഡ്വൈസ്. പിന്നെ ഉള്ളത് നമ്മളുടെ സബ്ജക്റ്റ് ആണ്. ഇനി സബ്ജക്റ്റിലേക്ക് കിടക്കാം. സബ്ജക്റ്റില് ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും എളുപ്പമുള്ള PG പേപ്പർ ഏതാന്ന് ചോദിച്ചാൽ ഒരു 80% കുട്ടികൾക്കും പറയാനുള്ളത് ലീനിയർ ഓൾജിബ്ര എന്നായിരിക്കും. അപ്പൊ ലീനിയറിൽ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വന്നിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ മൊഡ്യൂൾസിനും 7 മാർക്സ് വെച്ചിട്ടാണ്. സബ്ജക്ട് പേപ്പറിലെ 7 മാർക്ക് വെച്ചിട്ട് 10 മൊഡ്യൂളുകൾ, അങ്ങനെയാണ് 70 മാർക്ക് വന്നിരിക്കുന്നത്.
അതിൽ തന്നെ നമ്മൾ പി ജിക്ക് 2 സെമ്മിലായിട്ട് പഠിക്കുന്നത്. ഇപ്പൊ റിയൽ അനാലിസിസ് നമുക്കറിയാം, പി ജിക്ക് പഠിക്കുമ്പോൾ റിയൽ അനാലിസിസ് 1, റിയൽ അനാലിസിസ് 2 ഉണ്ട്. അതുപോലെ അബ്സ്ട്രാക്ട് ആൻഡ് അഡ്വാൻസ്ഡ് അബ്സ്ട്രാക്ട് ഉണ്ട്. അപ്പൊ ആ 2 പേപ്പറുകളും 2ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് റിയലി എന്ന് പറയുമ്പോൾ 14 മാർക്കും അതുപോലെ അബ്സ്ട്രാക്റ്റിൽ നിന്ന് 14 മാർക്കുമാണ്. പക്ഷെ പേപ്പർ വൈസ് നമ്മൾ പി ജിക്ക് പഠിച്ച രീതിയിൽ പേപ്പർ വൈസ് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 മാർക്സ് വെച്ചിട്ട് തന്നെയാണ് ഓരോ പേപ്പറിനും അവർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്രയാണ്. ലീനിയർ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒത്തിരി എളുപ്പമുള്ള ഒരു പേപ്പറാണ്. നമുക്ക് അതിൽ നിന്ന് ഈ 7ൽ നമുക്ക് 6 മാർക്കും എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഇപ്പൊ എങ്ങാനും ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് വന്ന് ഒരു മാർക്ക് മിക്കവാറും നമുക്ക് 7 തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ 7 അല്ലെങ്കിൽ 6 നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിൽ വരുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഓൾജിബ്രയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വെക്ടർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർ ഡിപ്പെൻഡൻസ്, ഇൻഡിപെൻഡൻസ്, ബേസിസ്, ഡയമെൻഷൻ, ഓൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ഓൾജിബ്ര ഓഫ് മെട്രിസസ്, റാങ്ക് ആൻഡ് ഡിറ്റർമിനൻസ്, ദെൻ ലീനിയർ ഇക്വേഷൻസ്. അപ്പൊ ഇത്രയും ഒരു സെക്ഷൻ ആയിട്ട് വരുന്നതാണ്. ദെൻ പിന്നെ ഈഗൻ വാല്യൂസ്, ഈഗൻ വെക്ടേഴ്സ്, കേലി ഹാമിൽട്ടൺ തിയറം, അതൊരു ഒറ്റ സെക്ഷൻ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോംസ്, ചേഞ്ച് ഓഫ് ബേസിസ്, കാനോണിക്കൽ ഫോംസ്. ഇനി നമ്മൾ ഡയഗണൽ ഫോംസ് വരെ കണ്ടിട്ടുണ്ട്, നമ്മൾ പി ജി സിലബസിൽ ഉള്ളതാണ്. ഇനി കാണാത്തത് എന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ അത് ട്രയാങ്കുലർ ഫോമും റാഷണൽ ഫോംസും ആണ്. റാഷണൽ ഫോംസ് നമ്മൾ തീരെ പി ജി സിലബസിൽ, നമ്മുടെ കേരള സിലബസിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും എം ജിയിലൊന്നും റാഷണൽ ഫോംസ് സിലബസിൽ ഇല്ല. അപ്പൊ ഈ ട്രയാങ്കുലർ ഫോംസ് ആ റാഷണൽ ഫോംസ് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. കാരണം നമ്മുടെ സിലബസിൽ നമ്മൾ കാണാത്തൊരു കാര്യമാണ്. പക്ഷെ അത് വളരെ എളുപ്പമാണ്. ആ ഒരു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ട്രയാങ്കുലർ ഫോംസ് ആൻഡ് റാഷണൽ ഫോംസ് എന്ന് പറയുന്നത്. ദെൻ ജോർദാൻ ഫോംസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അടുത്തത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ഫംഗ്ഷണലിന്റെ ബേസിക് ആണ്. അപ്പൊ അത് ലീനിയറിന്റെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ഓർത്തോനോമൽ ബേസിസ് ആൻഡ് ക്വാഡ്രാറ്റിക് ഫോംസ്. ക്വാഡ്രാറ്റിക് ഫോംസ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ലീനിയർ ഓൾജിബ്രയിൽ വരുന്നത്. അത് മിക്കവാറും നമ്മളിത് നല്ല രീതിയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ഔട്ട് ഓഫ് 7 വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. മാക്സിമം പോയാൽ തന്നെ നമുക്ക് ഒരെണ്ണമൊക്കെയാണ് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ലെവലിൽ ഫീൽ ചെയ്യാറുള്ളൂ. എന്നാലും നമുക്കത് ഒന്ന് എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന മൊഡ്യൂള് റിയൽ അനാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ അനാലിസിസിനെ നമ്മൾ 2 മൊഡ്യൂൾസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം അത് ഒത്തിരി വൈഡാണ്. അപ്പോൾ റിയൽ അനാലിസിസ് മൊഡ്യൂൾ 1ഉം റിയൽ അനാലിസിസ് മൊഡ്യൂൾ 2, അതായത് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3യും റിയൽ അനാലിസിസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചു വരുന്ന സെയിം ഓർഡറിൽ തന്നെയാണ്. ആദ്യം സീക്വൻസ് ആൻഡ് സീരീസ്, ദെൻ അതിന്റെ കൺവേർജൻസ്, ദെൻ കൺവേർജൻസിൽ തന്നെ നമ്മൾ ലിമിറ്റ് സുപ്രീമും ലിമിറ്റ് ഇൻഫിമും ഡിഫൈൻ ചെയ്യും. ദെൻ ബോൾസാനോ-വെർസ്ട്രാസ് തിയറം, ഹെയ്ൻ-ബോറൽ തിയറം. നമുക്ക് ഈ നെയിംഡ് തിയറംസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ലീനിയറിൽ കണ്ടു കേലി ഹാമിൽട്ടൺ തിയറം, അതുപോലെ ഇവിടെ ബോൾസാനോ-വെർസ്ട്രാസ് തിയറം, ഹെയ്ൻ-ബോറൽ തിയറം. ഇങ്ങനെയുള്ള നെയിംഡ് തിയറത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ചോദിച്ചേക്കാം. അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്ത് തന്നിട്ട് ഇത് എപ്പോഴാണ് ഇത് ട്രൂ ആകുക എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചേക്കാം. ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു ബന്ധവും തോന്നാത്ത രീതിയിൽ, ഈ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നാത്ത രീതിയിൽ നമുക്കൊരു പ്രോബ്ലം തന്നേക്കാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നെയിംഡ് തിയറത്തിന് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്, അല്ലാതെയുള്ള തിയറങ്ങളെക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം. ദെൻ കണ്ടിന്യൂറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് യൂണിഫോം കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫംഗ്ഷൻസ്. നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് ആദ്യം പഠിച്ചു. ദെൻ അടുത്തത് സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫംഗ്ഷൻസ്. നമ്മളിവിടെ യൂണിഫോം കണ്ടിന്യൂറ്റി പഠിച്ചു. അപ്പൊ സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫംഗ്ഷൻസ് വരുമ്പോഴേക്കും അത് യൂണിഫോം കൺവേർജൻസ് ആകും. ദെൻ റെയ്മാൻ സമ്മ്, റെയ്മാൻ ഇന്റഗ്രൽ, ഇംപ്രോപ്പർ ഇന്റഗ്രൽസ്, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽസ്. ഇത്രയാണ് നമ്മൾ റീഅനാലിസിസിലെ മൊഡ്യൂൾ 2ൽ വരുന്നത്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ്. കുറച്ചും കൂടി ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചൊരു കുട്ടിക്ക് മാത്രമാണ് നമുക്ക് സെക്കൻഡ് ഏരിയ പഠിക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് നമുക്ക് വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഇതുമായിട്ട് ബേസിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് സ്പെഷ്യൽ ഫംഗ്ഷൻസ് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതല്ലാത്ത ലെബേക്ക് മെഷർ, ലെബേക്ക് ഇന്റഗ്രൽ, അതിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള റിയൽ അനാലിസിസ് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പൊ നെക്സ്റ്റ് വൺ വരുന്നത് ലെബേക്ക് മെഷർ, ലെബേക്ക് ഇന്റഗ്രൽ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, ഇൻവേഴ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്, ഫംഗ്ഷൻ തിയറംസ്, ദെൻ സ്പെഷ്യൽ ഫംഗ്ഷൻസ്, ഫോറിയർ സീരീസ്. ഇത്രയും കാര്യങ്ങളാണ് റിയൽ അനാലിസിസ് കണ്ടിന്യൂഡിൽ വരുന്നത്. അതായത് അഡ്വാൻസ്ഡ് റിയൽ അനാലിസിസ് ആണ് ആ ഒരു ഏരിയയിൽ വരുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ ഇത്ര മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം എന്ന് പറയുന്നില്ല. കാരണം ലീനിയർ പോലെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന, ഇപ്പൊ 7/7 കിട്ടും എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല റീ അനാലിസിസ്. നിങ്ങൾക്ക് അത് പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. നല്ല രീതിയിൽ കൺസെപ്റ്റ് അറിഞ്ഞു പഠിക്കുന്നവർക്കാണ് ഈ ഒരു 14 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കൊരു 10-12 റേഞ്ചിലേക്കൊക്കെ 10 റേഞ്ചിലേക്കൊക്കെ ഓൾമോസ്റ്റ് സബ്ജക്ട് കവർ ചെയ്ത് പോകുന്നവർക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര. അബ്സ്ട്രാക്ട് ഓൾജിബ്രയും ഇതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറി ആൻഡ് റിംഗ് തിയറി, അങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ് 7+7 14 മാർക്സ് ആണ് ഉള്ളത്. അപ്പൊ ഗ്രൂപ്പ് തിയറിയിൽ വരുന്നത് ഗ്രൂപ്പ്സ്, സബ് ഗ്രൂപ്പ്സ്, നോർമൽ സബ് ഗ്രൂപ്പ്സ്, കോഷ്യൻ ഗ്രൂപ്പ്, ഹോമോമോർഫിസം, ഐസോമോർഫിസം, സൈക്ലിക് ഗ്രൂപ്പ്സ്, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്, കെയ്ലീസ് തിയറം, ഡയറക്ട് പ്രൊഡക്ട്സ്, ഫണ്ടമെന്റൽ തിയറം ഫോർ അബീലിയൻ ഗ്രൂപ്പ്സ്, ക്ലാസ് ഇക്വേഷൻസ് ആൻഡ് സൈലോ തിയറംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ബേസിക് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ വരുന്നത്. അതിൽ നിന്ന് 7 മാർക്കാണ് വരുന്നത്. ഈ 7 മാർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒന്ന് കവർ ചെയ്ത് പോകുന്നവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ അല്ല നമുക്ക് അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുന്നത്. ഇപ്പൊ തിയറി പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും. പക്ഷെ ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 17 മാർക്സ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വരുന്നത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര, അഡ്വാൻസ്ഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര ആണ്. അതിൽ വരുന്നത് റിംഗ് തിയറി ആണ്. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് തിയറി ആണ് വരുന്നതെങ്കിൽ താഴെ വരുന്നത് റിംഗ് തിയറി ആണ്. ഓക്കെ, അപ്പൊ ഇത് റിംഗ് തിയറി, മുകളില് ഗ്രൂപ്പ് തിയറി. റിംഗ് തിയറിയിൽ വരുന്നത് റിംഗ്സ്, ഐഡിയൽസ്, പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽസ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐഡിയൽ, പ്രൈം ഐഡിയൽ, മാക്സിമൽ ഐഡിയൽ, ഇവരെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോ ഇങ്ങനെ ഇവര് 3 പേരും തമ്മിലുള്ള കണക്ഷൻസ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് കോഷ്യൻ റിംഗ്, അത് കഴിഞ്ഞത് യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ, യുക്ലീഡിയൻ ഡൊമൈൻ, ഇവരെ 3 പേരും കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അടുത്തത് പോളിനോമിയൽ റിംഗ്സ് ആൻഡ് ഇറഡ്യൂസിബിലിറ്റി ക്രൈറ്റീരിയ. ഇറഡ്യൂസിബിലിറ്റി ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, തിയറംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. പിന്നെ കുറച്ച് പഠിക്കാനുള്ളത് ഗാൽവ തിയറിയിലാണ്. ഫീൽഡ്, ഫൈനൈറ്റ് ഫീൽഡ്, ഫീൽഡ് എക്സ്റ്റൻഷൻസ് ആൻഡ് ഗാൽവ തിയറി. ഇതാണ് നമുക്ക് കുറച്ച് കാര്യമായിട്ട് പഠിക്കാനുള്ളത്, ഫീൽഡ്, ഫീൽഡ് എക്സ്റ്റൻഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടോപ്പോളജിയാണ്. ടോപ്പോളജിയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്കറിയാം, നമ്മൾ 2 സെമിസ്റ്ററിൽ അല്ലെങ്കിൽ ബേസിക് ടോപ്പോളജിയും അഡ്വാൻസ് ടോപ്പോളജിയും ആയിട്ടൊക്കെ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ അതെല്ലാം കൂടി മെർജ് ചെയ്തിട്ട് നമുക്ക് ഒരൊറ്റ മൊഡ്യൂൾ ആയിട്ടാണ് ടോപ്പോളജി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏരിയ കുറച്ച് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരാനും ഈ ഒരു ഇതില് സാധ്യതയുണ്ട്. കാരണം ടോപ്പോളജി കുറച്ചുകൂടി ഡെപ്തിൽ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് തെറ്റിപ്പോവാൻ സാധ്യത ഉള്ളൊരു പേപ്പറാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും അത് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. കാരണം നമുക്ക് 2 സെമിസ്റ്ററിലെ ടോപ്പോളജിയും കൂടി ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ തിയറി വൈസ് കവർ ചെയ്ത് പോവാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലിലേക്ക് അതിനൊന്ന് റെഡ്യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാനും നമുക്ക് മെമ്മറൈസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, അപ്പൊ അതിൽ വരുന്നത് ബേസിക് ആയിട്ടുള്ള മെട്രിക് സ്പേസ്, കണ്ടിന്യൂറ്റി, ടോപ്പോളജിക്കൽ ബേസ് സ്പേസസ്, അതിന്റെ ബേസ്, സബ് ബേസ്, കൗണ്ടബിലിറ്റി പ്രോപ്പർട്ടീസ്, സെപ്പറേഷൻ ആക്സിയംസ്. സെപ്പറേഷൻ ആക്സിയംസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി കോമ്പാക്ട്, 1 പോയിന്റ് കോമ്പാക്ടിഫിക്കേഷൻ, ലോക്കലി കോമ്പാക്ട്, കണക്റ്റഡ് സ്പേസ്, പാത്ത് വൈസ് കണക്റ്റഡ്, കോഷ്യൻ സ്പേസ്, പ്രൊഡക്റ്റ് ടോപ്പോളജി. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 1 പോയിന്റ് കോമ്പാക്ടിഫിക്കേഷൻ, ലോക്കലി കോമ്പാക്ട്, കണക്റ്റഡ് സ്പേസ്, പാത്ത് വൈസ് കണക്റ്റഡ്, ഇവരെയൊക്കെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ക്ലബ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവരെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇവരെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ടോപ്പോളജി ഉണ്ടാവും. സെപ്പറേഷൻ ആക്സിയംസ് എന്നാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വൺ കോംപ്ലക്സ് അനാലിസിസ്. നമ്മൾ കോംപ്ലക്സും ഇതുപോലെ തന്നെ നമ്മൾ 2 പേപ്പറായിട്ടൊക്കെ മിക്ക യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നതാണ്. പക്ഷെ അത് ഒറ്റ ഇതായിട്ടാണ്. പക്ഷെ എന്നാലും നമുക്ക് കോംപ്ലക്സ് നമുക്ക് ഈസി ആയിട്ട് അത് 2 മൊഡ്യൂൾ 2 സെമ്മിലെ പോർഷൻസും കൂടി നമുക്ക് ക്ലബ് ചെയ്തിട്ടാണെങ്കിലും അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതിന്റെ പോളാർ ഫോം, ഇതൊക്കെ നമുക്കറിയാം. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ +2 തൊട്ടിട്ടേ പഠിക്കുന്നതാണ്. ദെൻ നമ്മൾ PG പോർഷൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനലിറ്റിക് ഫംഗ്ഷൻസ് എന്നാണ്. അവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കോഷി റീമാൻ ഇക്വേഷൻസ്. കോഷി റീമാൻ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പോളാർ ഫോമും കൂടി പഠിച്ചു പോകണം.
ദെൻ കൺഫോമൽ മാപ്പിംഗ്, മോബിയസ് ട്രാൻസ്ഫോർമേഷനിൽ നിന്നൊക്കെ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരാറ്. ദെൻ പവർ സീരീസ്, സീറോ ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ്, ലയോവിലിസ് തിയറം, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ, റിയൽ integrals using complex integration, then Cauchy's theorem and Cauchy's integral formula, Morera's theorem, open mapping theorem, singularities കുറച്ച് കാറ്റഗറി ആയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. then residues, ലോറൻസ് സീരീസ്, ഷ്വാർട്സ് ലെമ്മ, മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ, ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് കോംപ്ലക്സ് എന്നുള്ളത്. ഇതും നമുക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ 7 out of 7 വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. കാരണം അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്ന് കാണാറില്ല. എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. പിന്നെ ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 1-2 കാര്യങ്ങളും കൂടി ഒരു 2016 ടൈമിലെ PSC എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. സിലബസ് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കുറച്ചുകൂടി കാര്യമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ PSC എക്സാമിനും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ആ ഒരു ഏരിയയും കൂടി കവർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് ഫങ്ഷണൽ അനാലിസിസ്. ഫങ്ഷണൽ അനാലിസിസ് നമുക്ക് അറിയുന്നതാണ്, അതിന്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണിത്. നോംഡ് ലീനിയർ സ്പേസ്, കണ്ടിന്യൂറ്റി, ബനാക് സ്പേസ്, ഹാൻഡ് ബനാക് സ്പേസ്, ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, യൂണിഫോം ബൗണ്ടഡ്നെസ്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ഹിൽബർട്ട് സ്പേസ്, പ്രൊജക്ഷൻ, ബൗണ്ടഡ് ഓപ്പറേഷൻസ്, നോർമൽ, യൂണിറ്ററി, സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ്. ഇതിപ്പോ ഈ ഒറ്റ വേർഡ്സിലൊക്കെ പറയുമ്പോൾ ഇത്തിരി ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷെ ഇത് ഒത്തിരി പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി തിയറി ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് പ്രോബ്ലം ബേസ് ചെയ്ത് പഠിക്കുന്നതാണ്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ട് അത് ബനാക് സ്പേസ് ആണോ ഹിൽബർട്ട് സ്പേസ് ആണോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ നമുക്ക് PSC ചോദിച്ചു കാണാറ്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും കുറച്ച് മാർക്ക്, ഫുൾ മാർക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ചിലത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും ഫംഗ്ഷനിൽ നിന്ന്. അപ്പൊ എന്നാലും നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ദെൻ അടുത്തത് ഓർഡിനറി ഡിഫറൻഷ്യൽസ് ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽസ്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, ഇപ്പൊ മാത്തമാറ്റിക്സ് ആരും മിക്കവാറും പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എളുപ്പമുള്ള പേപ്പറാണിത്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടൈം ലിമിറ്റിനുള്ളിൽ ഇതിൽ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ട്രിക്സും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് മിക്കവാറും നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ആ രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ODE PDE കുറച്ച് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിൽ വരുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ഫോർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സിംഗുലർ സൊല്യൂഷൻസ്, സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ്, ദെൻ ജനറൽ തിയറി ഓഫ് ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ലീനിയർ ODEs. നെക്സ്റ്റ് PDEs ആണ്. ഇത്തരം കാര്യങ്ങൾ ODE ബേസ് ചെയ്തിട്ടാണ്, ഇവിടെ PDE ബേസ് ചെയ്തിട്ടാണ്. ലെഗ്രാൻഡ് ആൻഡ് ചാർപിറ്റ്സ് മെത്തേഡ്, കോഷി പ്രോബ്ലം, ക്ലാസിഫിക്കേഷൻ, അതുപോലെ സെക്കൻഡ് ഓർഡറിന്റെ ക്ലാസിഫിക്കേഷൻ, ജനറൽ സൊല്യൂഷൻസ് ഓഫ് ഹയർ ഓർഡർ PDEs വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, ലാപ്ലേസ്, ഹീറ്റ്, വേവ് ഇക്വേഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് PDE വരുന്നത്. ദെൻ ലാസ്റ്റ് മൊഡ്യൂള് 10th മൊഡ്യൂൾ എന്ന് പറയുന്നത് തിയറി ഓഫ് നമ്പേഴ്സ് ആണ്. നമ്മൾ മിക്കവാറും ഇത് അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ കൂടെ പഠിച്ചു പോകുന്നതായിരിക്കും, ചിലവരത് നമ്പർ തിയറി ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ടാവും. അതിൽ വരിക ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ്, ഡിവിസിബിലിറ്റി, കോൺഗ്രുവൻസ്, ചൈനീസ് റിമൈൻഡർ തിയറം, ഓയിലേഴ്സ് 5 ഫംഗ്ഷൻ, ഫെർമാറ്റ്സ് തിയറം, മില്ലിൻസ് തിയറം ആൻഡ് ഓയിലേഴ്സ് തിയറം, പ്രിമിറ്റീവ് റൂട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് 7 out of 7 വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അതുപോലെ തന്നെ ഇത് പഠിക്കാനും നമുക്ക് അധികം ടൈം വേണ്ട, പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണിത്. ബാക്കി എല്ലാ മൊഡ്യൂൾസും 7 മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി പഠിക്കണം. പക്ഷെ ഈ നമ്പർ തിയറിയിൽ ഈ 7 മാർക്ക് ഒപ്പിക്കാനായിട്ട് നമ്മൾ വളരെ കുറച്ച് സിലബസ് പഠിച്ചാൽ മതി. വളരെ കുറച്ച് കാര്യങ്ങൾ, അതും ഈസി ആയിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണിത്. അപ്പൊ വളരെ എളുപ്പം എന്ന് പറയാനുള്ള 2 മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഓൾജിബ്ര ആൻഡ് തിയറി ഓഫ് നമ്പേഴ്സ് ആണ്. അതായത് തുടങ്ങുന്നതും തീരുന്നതും നമുക്ക് ഈസി ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. അതിന്റെ ഉള്ളിൽ ഓരോരുത്തരുടെയും ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ബാക്കി മൊഡ്യൂൾസിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ക്ലാസ്സുകൾ വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ലീനിയറും തിയറി ഓഫ് നമ്പേഴ്സും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം നിങ്ങൾ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇപ്പൊ ടോപ്പോളജി ആണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും കുറച്ചധികം തിയറി പാർട്ട് വരുന്നൊരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ അതിനെ പ്രോബ്ലം ബേസ് അപ്രോച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്സ് ഏരിയയിൽ വരുന്നത്. ഇനി നമ്മളുടെ BEd റിലേറ്റഡ് പോർഷൻസും അതുപോലെ തന്നെ ജനറൽ പോർഷൻസും അതിനെപ്പറ്റി പറയാൻ ഞാൻ അത്ര ആളല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മാത്തമാറ്റിക്സ് ക്ലാസ്സുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് മാത്രം പഠിച്ചാൽ ഒരു ജോലി കിട്ടുക, ലിസ്റ്റിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ജോലി കിട്ടുക എന്നുള്ള ലെവലിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ
നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാത്തമാറ്റിക്സ് പോർഷൻസും ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് പറയുമ്പോൾ എനിക്ക് ഇന്ന പോർഷൻസ് കവർ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചത്. ഇവിടെ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ടീച്ചിങ് അതിന്റെ ഓരോരോ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് 10 മാർക്ക് വരുന്നത്. അപ്പൊ അത് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 8 വരെയൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. പക്ഷെ അത് കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ മുന്നേ കഴിഞ്ഞു പോയ PSC എക്സാമുകളുടെ ഒക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PSCയുടെ ഒരു ട്രെൻഡ് കണ്ടിട്ടില്ലേ, മിക്കവാറും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെങ്കിലും റീസെന്റ് ആയിട്ട് ഇപ്പൊ 2026 നമുക്ക് എക്സാം വരിക. അപ്പൊ 25-26 അതുവരെ നടക്കുന്ന എക്സാംസ് ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ, ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 4 മാർക്കെങ്കിലും എന്തായാലും അങ്ങനെ കിട്ടും. ഈ PSC എക്സാമിനെ സംബന്ധിച്ചൊരു 4 മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്കിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം 4 മാർക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇത്രയും കൂടി ചേർന്നിട്ടാണ് 10 മാർക്സ് വരുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ്, സോഷ്യൽ റിഫോംസ് ടുവാർഡ്സ് ന്യൂ സൊസൈറ്റി, എഫേർട്സ് ടു റീഫോം ദ സൊസൈറ്റി, ലിറ്ററേച്ചർ, വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, ലിറ്ററസി ഫിഗേഴ്സ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് വരിക, 10 മാർക്ക് വരിക. ദെൻ നെക്സ്റ്റ് 10 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി ഈ കാര്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഇങ്ങനെ ഒരു സിലബസ് ഒക്കെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ആവണം എന്ന് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പോ നമ്മൾക്ക് തന്നിരിക്കുന്ന സിലബസ് നമ്മൾ കവർ ചെയ്യുക, അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കവർ ചെയ്യാം. ഇപ്പൊ PSCയുടെ തന്നെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ജനറൽ പാർട്സ് കവർ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ടുള്ളത്. എപ്പോഴും നമ്മൾ എയിം ചെയ്യേണ്ടത് ഒരു 60 എബോവ് മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. 60+ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലിസ്റ്റിൽ കയറാൻ പറ്റും. പിന്നെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാണ്, ലിസ്റ്റിൽ കയറാൻ 60 ഒന്നും വേണ്ട കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് നല്ലൊരു ഇതിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 to 50+ റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ധൈര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ എക്സാം ആവാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഓൺലൈൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് മിക്കവാറും മാത്തമാറ്റിക്സ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ദെൻ അത് ലാസ്റ്റ് അത് ഡിലീഷനിലേക്ക് വരും. ഇപ്പൊ കഴിഞ്ഞ HSST എക്സാം നോക്കുകയാണെങ്കിൽ സബ്ജക്ട് വെച്ച് മാത്രം പരീക്ഷ എഴുതുന്ന കുറച്ച് പേരുണ്ട്. അതായത് ജനറൽ ഒട്ടും പറ്റാത്ത ആളുകൾ 70-ലായിരിക്കും പരീക്ഷ എഴുതുക. അതിൽ 14 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ തവണ ഡിലീഷൻ വന്നത്. അതിൽ 13 മാത്സ് ക്വസ്റ്റ്യൻസും ഒരു ഈസി ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യനും ആയിരുന്നു. അപ്പോൾ ആ ഈസി ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻ മിക്കവാറും ഈ ഒന്നും അറിയാൻ പാടില്ലാത്ത ജനറൽ പഠിക്കാത്ത മാത്സ് മാത്രം പഠിക്കുന്നവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഈ 14 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ മാത്സ് പഠിച്ചവരിൽ നിന്നാണ് ഈ 14 ക്വസ്റ്റ്യൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജനറൽ നോളജ് കുഴപ്പമില്ലാണ്ട് അറിയുന്നവര് കുറച്ച് മുന്നോട്ട് കയറി പോകാനും നമ്മൾ മാത്സുകാരെ കുറച്ച് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അപ്പൊ അത് ഒത്തിരി ടൈം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. ആ ടൈം മുഴുവനായിട്ട് നിങ്ങൾ എന്തിനു യൂസ് ചെയ്യുക, ജനറൽ പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഫുൾ ടൈം നമ്മൾ ജനറൽ പഠിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് സബ്ജക്റ്റ് ആണ് 70 മാർക്കിനുള്ളത്. അപ്പൊ എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ HSST സ്കോർ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ വരുന്ന HSST എന്ന് പറഞ്ഞാൽ ലയനം നടക്കുവാണെങ്കിൽ മിക്കവാറും വരുന്ന ലാസ്റ്റ് HSST ആയിരിക്കും. കാരണം 2030 ലയനം എന്നാണ് നമ്മളുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നടന്നാൽ ഇനി ഒരു HSST എക്സാം ഉണ്ടാവും എന്നുള്ളതൊക്കെ മിക്കവാറും അത് 9th 10th 11th 12th ഒരുമിച്ച് എന്നല്ലേ പറയണേ. അപ്പൊ മിക്കവാറും ഒരു ഹൈസ്കൂൾ ഗ്രേഡിലേക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന് സാലറി ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോ അറിയായിരിക്കും എല്ലാവർക്കും തന്നെ, ഇപ്പൊ ഒത്തിരി പത്രവാർത്തകളിലൊക്കെ വന്നതാണ്, മലബാർ ഏരിയകളിലൊക്കെ ബാച്ച് ഒത്തിരി വന്നു. അതുപോലെ തന്നെ കാസർഗോഡ് ഏരിയയിലൊക്കെ ബാച്ച് ഷിഫ്റ്റിംഗ് വന്നു, കുട്ടികളില്ലാതെ ബാച്ച് ഷിഫ്റ്റിംഗ് വന്നപ്പോഴൊക്കെ ഈ ബാച്ചുകളൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോഴും മലബാർ ഏരിയയിലൊക്കെ ഒത്തിരി ഗസ്റ്റ് പോസ്റ്റുകൾ വെച്ചിട്ട് ഓടിക്കുന്ന സ്കൂളുകളുണ്ട്. അപ്പോ ആ സ്കൂളുകളൊക്കെ ഒന്ന് അംഗീകരിച്ച് കിട്ടുവാണെങ്കിൽ, പെർമനന്റ് പോസ്റ്റ് അപ്പോയിന്റ്മെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പെർസെന്റേജ് HSST വേക്കൻസി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു
നല്ല ജോലി സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇപ്പോഴത്തെ HSST എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് HSST തുടങ്ങിയ സമയത്തുള്ള റിട്ടയർമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു 63 പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഈ 63 പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ പ്രൊമോഷനും ബാക്കി നമുക്ക് ഡയറക്റ്റ് ജൂനിയർ പോസ്റ്റ് ആണ് കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു 31 വേക്കൻസി വന്നിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം ഒരു 41+5 ഒരു വേക്കൻസി വന്നു. ഇനി 15 വേക്കൻസി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ വരും വർഷങ്ങളിലാണെങ്കിലും ഒരു 3-4 വർഷത്തോളം ഈ കയറിയവരുടെ ഒരു റിട്ടയർമെന്റ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ ഈ പരീക്ഷ എഴുതി വരുമ്പോഴും ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒത്തിരി വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന ഒരു പരീക്ഷയാണ്. ഇപ്പൊ ഇതിന് മുന്നത്തെ 21 പരീക്ഷയുടെ ഒക്കെ സമയത്ത്, അതിന് മുന്നത്തെ സമയത്തൊക്കെ വേക്കൻസി തീരെ കുറവായിരുന്നു. അറ്റ് പ്രസന്റ് വേക്കൻസി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ റിട്ടയർമെന്റ് വന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേക്കൻസി കിട്ടി. ഇപ്പൊ ഈ ലിസ്റ്റിൽ തന്നെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജനറൽ ഒരു 58 വരെ ഇതുവരെയുള്ള അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വരുന്ന HSSTക്കും അങ്ങനെ ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ബാക്കി സബ്ജക്റ്റിനെ അപേക്ഷിച്ച് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ലിസ്റ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം മാത്സ് പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമുകൾക്ക് എല്ലാം വേണം. അതുപോലെ തന്നെ കൊമേഴ്സ് മിക്കയിടത്തും കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു 56 പേരോ മറ്റോ ഉള്ളൂ ലിസ്റ്റിൽ. അപ്പോ അവർക്കൊക്കെ അത്രയും ജോലി സാധ്യതയേ ഉള്ളൂ എന്നുള്ള സമയത്താണ് നമുക്ക് ഇപ്പൊ തന്നെ ജനറൽ പോസ്റ്റിൽ 58 പേര് കയറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ ഈ കിട്ടുന്ന അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. സെൽഫായിട്ട് പഠിക്കാൻ പറ്റുന്നവർ സിലബസ് ഓറിയന്റഡ് ആയിട്ട് സെൽഫായിട്ട് പഠിക്കുക. നമ്മൾ പറ്റുമ്പോഴൊക്കെ മോക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൂടി കണ്ടക്ട് ചെയ്യാം. അതല്ലാത്തവര് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരിടത്ത് ചേർന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.